ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ വർഷം നമ്മുടെ മാർക്കറ്റ് ഒരു 10% റിട്ടേൺ കൊടുത്തു, ഇന്ത്യൻ മാർക്കറ്റ്. പക്ഷേ നമ്മുടെ പിയേഴ്സ് വേൾഡ് മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഒരു 15, 20, ഈവൻ 25%, 30% കൊടുത്ത മാർക്കറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മുടെ മാർക്കറ്റ് അങ്ങനെ കയറിയിട്ടില്ല. കണ്ടിന്യൂസ് ആയിട്ട് FI സെല്ലിംഗ് ആണ്. പിന്നെ നമുക്ക് കഴിഞ്ഞ മാസത്തെ SIP ഇൻഫ്ലോ 30,000 crore റെക്കോർഡാണ്. പിന്നെ അതുപോലെ നമുക്ക് GSTയുടെ മോഡിഫിക്കേഷൻ്റെ ക്വാർട്ടർലി ആയിട്ട് ഇനി അടുത്ത റിസൾട്ട് വരുമ്പോഴത്തേക്കും ബെറ്റർ റിസൾട്ട് ആവും തോന്നുന്നു. അങ്ങനെ ഒരുപാട് പോസിറ്റീവ് ഫാക്ടേഴ്സ് ഡിസ്കൗണ്ട് ചെയ്യേണ്ടതുണ്ട്. ഇതിലൊരു മെയിൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ 2024 സെപ്റ്റംബർ ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നിഫ്റ്റി വന്നിട്ടുണ്ട്. അത് ആ ഒരു ബ്രേക്ക് ചെയ്ത് പോകാനായിട്ടുള്ള ഒരു വലിയൊരു സ്ട്രഗിൾ നിഫ്റ്റി എടുക്കുന്നുണ്ട്. നോ പെയിൻ നോ ഗെയിൻ എന്ന് പറയും പോലെ ഇപ്പം നമ്മളെല്ലാം ഒരു സിവിയർ പെയിനിലാണ്. എല്ലാവരുടെയും ഹോൾഡിങ്സ്, അതായത് ഓൾ ടൈം ഹൈ എന്നൊരു 2-3% ഡൗണേ മാർക്കറ്റ് ഇപ്പോൾ ഉള്ളുവെങ്കിലും നമ്മുടെ സ്റ്റോക്ക് എല്ലാം ഒരുപാട് ഡൗൺ ആണ്. പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പൊക്കെ കോവിഡ് ലോനാണെന്നൊരു സംശയമാണ്. അപ്പോൾ ഈ ഒരു ഫണ്ടമെൻ്റൽ സ്ട്രോങ് ആയിട്ടുള്ള സാധനമാണ് കയ്യിരിക്കുന്നുണ്ടെങ്കിൽ ഈ നമ്മളിപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന പെയിൻ എല്ലാം റിവാർഡ് കിട്ടും, ഉറപ്പായിട്ടും കിട്ടും. കാരണം അത്രത്തോളം ഡിസ്കൗണ്ട് ചെയ്യേണ്ട ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതിന് മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഈ വലിയൊരു റെസിസ്റ്റൻസ്, ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേണിൻ്റെ ആ റെസിസ്റ്റൻസ് ഭേദിക്കണം. അത് ഒരു ഹൈ കാണിച്ചെങ്കിലും അതിനോട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നില്ല, അതിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല, അതിനുള്ള ഒരു പോസിറ്റീവ് ഫണ്ടമെൻ്റൽ ട്രിഗർ ഉണ്ടാകുന്നില്ല. അപ്പോൾ ടെക്നിക്കലും ഫണ്ടമെൻ്റൽസും ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഡ്രിവൺ ചെയ്യാനായിട്ട് ഫണ്ടമെൻ്റൽ ഫാക്ടേഴ്സ് വേണം. അപ്പോൾ ഈ താരിഫിൻ്റെ ഒരു പിൻവലിക്കലൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ എങ്ങനെ ഫണ്ടമെൻ്റലും ടെക്നിക്കലും ബന്ധപ്പെട്ട് കിടക്കുന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. ഫോർ എക്സാമ്പിൾ, നിങ്ങളോട് നിങ്ങളുടെ സുഹൃത്ത് ഒരു 250 രൂപ സ്റ്റോക്ക് വാങ്ങാൻ പറയും. 250 പോകാനുള്ള പൊട്ടൻഷ്യലുണ്ട്, വാങ്ങണമെന്ന് പറയുമ്പോൾ നിങ്ങൾ ചടിക്കറി വാങ്ങും. കാരണം ഫണ്ടമെൻ്റൽ കൊള്ളാം, നല്ല ബാലൻസ് ഷീറ്റാണ്, സീറോ ഡെറ്റാണ്, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുന്നുണ്ട്, നല്ല റെപ്യൂട്ടേഷൻ, നല്ല ബ്രാൻഡ് കമ്പനിയാണ്. അപ്പോൾ നിങ്ങൾ വാങ്ങി ഒരു 4-5 മാസം ഹോൾഡ് ചെയ്യുകയാണ്, 250 രൂപ വാങ്ങി ഹോൾഡ് ചെയ്യാം. അതേ സുഹൃത്ത് വേറെ ഒരാളോടും പറഞ്ഞു ആ സ്റ്റോക്ക് വാങ്ങാൻ. അയാൾ ടെക്നിക്കൽ ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ സമയത്ത് നോക്കുമ്പോഴത്തേക്കും ഇത് 202, 210 ഈ റേഞ്ചിൽ കൺസോൾട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അയാൾ ഉറപ്പായിട്ടും അപ്പോഴൊന്നും വാങ്ങില്ല. അയാൾ ഉറപ്പായിട്ടും വാങ്ങുന്നത് 212 രൂപയ്ക്കായിരിക്കും. അപ്പോൾ മറ്റേ സുഹൃത്ത് ചോദിക്കും എന്തുകൊണ്ട് 212 രൂപ വാങ്ങി, 204 മൂലേ പറയല്ലേ. ടെക്നിക്കൽ നോക്കുന്ന ആൾ 212 രൂപ വാങ്ങുള്ളൂ, കയറിയ റേറ്റ് ആയാലും കുഴപ്പമില്ല. 2 ആഴ്ച കൊണ്ട് തന്നെ ഒരു ബ്രേക്ക് ഔട്ട് റിസൾട്ട് ഉണ്ടാവും. 240 രണ്ടുപേരും പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. അപ്പോൾ ഫണ്ടമെൻ്റൽ മാത്രം നോക്കി വാങ്ങിയ അയാൾക്കൊരു 20%, 18% കിട്ടും. ടെക്നിക്കൽ നോക്കി വാങ്ങിയ ആൾക്കും കിട്ടും ഒരു 16-17%. പക്ഷേ 4-5 മാസം ഈ ഫണ്ട് ബ്ലോക്കായി അവിടെ ഇൻട്രസ്റ്റ് പോയി, അയാളിനി കടമെടുത്താൻ ഇട്ടെങ്കിലോ ലിവറേജ് പുഷനാണെങ്കിലോ അതിൻ്റെ പെയിൻ ഇതെല്ലാം നോക്കുമ്പോൾ ടെക്നിക്കലൂടെ ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ റിട്ടേൺ കിട്ടുക. അപ്പോൾ ഉറപ്പായിട്ടും ഫണ്ടമെൻ്റലും ടെക്നിക്കലും ഒരുമിച്ച് നിങ്ങൾ നോക്കി ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സ്മാർട്ട് ഇൻവെസ്റ്റർ ആകാൻ പറ്റും, കുറച്ചുകൂടെ പ്രോഫിറ്റ് എൻഹാൻസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ടെക്നിക്കലും ഫണ്ടമെൻ്റലും ഒരുമിച്ച് കിടക്കുന്നതാണ്. അപ്പോൾ ഫണ്ടമെൻ്റൽ ഉണ്ടെങ്കിൽ ടെക്നിക്കൽ കൂടെ ഡ്രിവൺ ചെയ്ത് മാർക്കറ്റ് മൂവ് ചെയ്യുള്ളൂ. അതുകൊണ്ടുകൂടിയാണ് ഈ ഫണ്ടമെൻ്റൽ പോസിറ്റീവായിട്ടുള്ള ഒരു ഫാക്ടേഴ്സ് വരാത്തത് കൊണ്ട് തന്നെയാണ് മാർക്കറ്റ് ഈ പെയിനിൽ നിൽക്കുന്നതും ആ ഒരു വലിയ റെസിസ്റ്റൻസ് ഭേദിക്കാൻ പറ്റാത്തതും. നമുക്ക് ടെക്നിക്കൽ നോക്കാം. അത് നമ്മൾ കഴിഞ്ഞ മാസം പറഞ്ഞ ചാർട്ടാണ്. ഒരു ചാനൽ, ഒരു പോസിറ്റീവ് ചാനലാണ്, അപ്പോർഡ് ചാനലാണ്. അത് എക്സാക്റ്റായിട്ട് റെസിസ്റ്റൻസ് എടുത്തു, റെസ്പെക്റ്റ് ചെയ്തു, തിരിച്ചു വന്നു. അത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാത്രമേ 28,000 ടാർഗറ്റ് ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ബ്രേക്ക് ചെയ്തില്ല. ഇത് റീസെൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ടും റെസിസ്റ്റൻസുമാണ്. ഇത് S1 എന്ന് പറയുമ്പോൾ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ 25,650 ആണ്. അത് ഞാൻ സ്റ്റാർ മാർക്ക് ചെയ്യുന്ന കാരണം എന്ന് വെച്ചാൽ ഇത് ഈ ലോ ഇന്നലെ ബ്രേക്ക് ചെയ്തായിരുന്നു, 25,650 ബ്രേക്ക് ചെയ്തായിരുന്നു. പക്ഷേ ബ്രേക്ക് ചെയ്താലും അതിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് അടുത്ത ചാർട്ടിൽ മനസ്സിലാവും. മുകളിൽ മാർക്ക് ചെയ്തേക്കുന്നത് 20 EMA ആണ്. 20 EMA എപ്പോഴും ക്രൂഷ്യൽ സപ്പോർട്ടാണ് നിഫ്റ്റിക്കായാലും സ്റ്റോക്കിനായാലും. നിങ്ങൾ ഇനി ഇൻവെസ്റ്റ് ചെയ്ത് ഇനി അങ്ങോട്ട് പോകുമ്പോഴും, ഇനി അങ്ങോട്ട് ബുള്ളിഷായ കൗണ്ടേഴ്സ് പറഞ്ഞാൽ PSU കമ്പനി ബുള്ളിഷാണ്, NBFC ബുള്ളിഷാണ്, മെറ്റൽ ബുള്ളിഷാണ്, ഗോൾഡ് സിൽവറൊക്കെ ബുള്ളിഷാണ്. ഇതെല്ലാം നിങ്ങൾ റാലി മിസ്സായിട്ടുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പിൽ കയറി വാങ്ങണ്ട, റീട്രേസ്മെൻറ്റ് ഉറപ്പായിട്ടും ഉണ്ടാവും. ആ റീട്രേസ്മെൻറ്റിൽ മാത്രം വാങ്ങിയാൽ മതി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ലൈൻ ചാർട്ട് കാണിക്കുമ്പോൾ ക്ലോസിങ് മാത്രമേ കാണിക്കത്തുള്ളൂ. അപ്പോൾ ആ സപ്പോർട്ടിന് മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അത് ഭയങ്കര പോസിറ്റീവ് ട്രിഗറാണ്. അപ്പോൾ റീസെൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് 25,650, 25,450. ഇതാണ് ഞാൻ പറഞ്ഞ സ്വിങ്. അത് ആദ്യം ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ഉണ്ടായതാണ് സെപ്റ്റംബറിൽ. അത് വലിയൊരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ ബ്രേക്ക് ചെയ്ത് റിസൾട്ട് ഉണ്ടാക്കി. അത് കഴിഞ്ഞ് ഒരു ഗ്രാജുവലി ഒരു കയറ്റം ഉണ്ടായിരുന്നു. പക്ഷേ ഒരു നല്ലൊരു പോസിറ്റീവ് ട്രിഗർ ഉണ്ടാകുന്നില്ല. 90% അവർ ഷോർട്ടിലാണ്. എപ്പോൾ വേണം അത് ഉണ്ടാവാം. അപ്പോഴത്തേക്കും നിങ്ങളുടെ ഈ സ്റ്റോക്കെല്ലാം ഉറപ്പായിട്ടും കയ്യിൽ ഉണ്ടായിരിക്കണം. ഫണ്ടമെൻ്റൽ സ്റ്റോക്ക് ആണെങ്കിൽ ലിവറേജ് ഇല്ലാതെ ഹോൾഡ് ചെയ്യുക. ഉറപ്പായിട്ടും ഇതിൻ്റെ ഒരു പെയിന് റിവാർഡ് ഉണ്ടാവും. താങ്ക് യു.